തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ അവിടുത്തെ വചനത്തെ ഒരു കണ്ണാടി പോലെ കൺമുൻപിൽ വെച്ച് ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ കൃപയേകണമേ. ഞങ്ങൾ ഈ വചനത്തിൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് വിചിന്തന വഴികളിലൂടെ കടന്നു പോകുമ്പം ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. കണ്ണുകൾ തുറക്കട്ടെ. കൂടുതൽ ആത്മീയ വെളിച്ചം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മേ, വചനത്തിന് ഹൃദയത്തിലും മുതരത്തിലും ജീവിതത്തിലും ഇടം കൊടുത്ത പോലെ ഞങ്ങളും വചനാഭിമുഖ്യമുള്ളവരായി മാറാനും വളരാനും കൃപ തോന്നണമേ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 25, 26, 27, 28 വചനം വളരെ സുന്ദരമായ ഒരു ആത്മീയ വിചാരത്തിലേക്ക്, ചില ആത്മീയ ചിന്തകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വചനം എങ്ങനെയാണ്? സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. ആ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം അങ്ങനെയാണ്. ദൈവത്തിനൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാമുഖ്യത്തെ സുന്ദരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് തിരുവചനം പറയുകയാണ്, സ്വർണത്തെയും വെള്ളിയേക്കാൾ പ്രാമുഖ്യത്തോടു കൂടിയിട്ട് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്ന പക്ഷം നിനക്ക് ശരിക്കും ആനന്ദിക്കാനായിട്ടിടയാവുകയും നിനക്ക് ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തി നിൽക്കാനുള്ള അഭിഷേകം കിട്ടുകയും ചെയ്യും. ആ തിരുവചനം 2-ാം ഭാഗം എങ്ങനെയാണ് പറയുന്നത്? നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയുള്ളവനായി ദൈവത്തെ കണ്ട് നിലപാടുകളെടുത്ത് നിൽക്കുന്ന പക്ഷം എന്താ സംഭവിക്കുക? ആ വ്യക്തിക്ക് ദൈവത്തിനു മുമ്പിൽ നിൽക്കാനായിട്ടും ദൈവം അവളെ ശ്രവിക്കാനായിട്ടും ഇടയാകും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാകും. ആത്മീയ ജീവിതത്തിൻ്റെ വഴിയിൽ കടന്നു പോകുന്ന വ്യക്തിക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ തിരുവചനം നമുക്ക് മുമ്പിൽ വെക്കേണ്ടത്. ദൈവത്തിൻ്റെ പക്ഷം ചേർന്നും ദൈവത്തോട് ചേർന്നുമൊക്കെ ജീവിക്കുന്നവരുടെ ജീവിതം പാഴ്വേലയാണെന്നൊക്കെ പറയുന്ന, അത് ഗുണകരമല്ലെന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്. അത് മണ്ടത്തരമാണെന്ന് പറയുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് തിരുവചനം പറയണത് അങ്ങനെയല്ല. വളരെ കൃത്യതയോടെ കൂടെയിട്ട് ദൈവത്തിനാണ് നിൻ്റെ ജീവിതത്തിൽ പ്രാമുഖ്യം കൊടുക്കുന്നത് എങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് ഇടം പിടിക്കുന്നുവെങ്കിൽ അത് ഭവനത്തിലും നിൻ്റെ വ്യക്തിജീവിതത്തിലും നീ ആയിരിക്കുന്ന ഓരോ സ്പേസിലും തമ്പുരാനെ ഇരുത്തേണ്ടതുപോലെ ഇരുത്തിയാൽ കൊടുക്കേണ്ട ശ്രദ്ധയും കരുതലും താല്പര്യവുമൊക്കെ തമ്പുരാന് വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനമെടുത്താൽ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ സ്വർഗമങ്ങ് ഏറ്റെടുക്കും. ദൈവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കാനായിട്ടിടവരും. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു കാര്യം കുറിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു പബ്ലിക് ഓഡിയൻസിനകത്ത് മാർപ്പാപ്പയെ എല്ലാവരും മാർപ്പാപ്പയുടെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വല്ലാതെ ആവേശത്തോടു കൂടിയിട്ട് ജൈവിളി പോലെയൊക്കെ നടത്തുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ പേരല്ല വിളിക്കേണ്ടത്, യേശുവിൻ്റെ നാമം വിളിക്ക്. എൻ്റെ പേരല്ല വിളിക്കേണ്ടത്, യേശുവിൻ്റെ നാമം വിളിക്ക്. അങ്ങനെയൊക്കെ പറയാൻ തക്ക വിധം ക്രിസ്തുവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ പൗലോസ്ലീഹ വളരെ വ്യക്തതയോട് കൂടിയിട്ട് പറയും, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ വിശുദ്ധ ജീവിതം എന്നോടും നിങ്ങളോടും പറയും, നാം ഓരോരുത്തരും ചിന്തിക്കുന്നതിനുപരിയായിട്ട് നമ്മുടെ ജീവിതത്തെ കാണാനും കരുതാനും അഭിഷേകമാക്കാനും കഴിയുന്ന ഒരു തമ്പുരാനുണ്ട്. അവിടെയാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ദൈവത്തോട് ചേർന്ന് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും പ്രാമുഖ്യമുള്ള ഒരിടത്തിൽ എൻ്റെ തമ്പുരാന് ഇടം കൊടുത്താൽ, താല്പര്യത്തോടെ ദൈവത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധ കൊടുത്താൽ ജീവിതം മാറി മറിയും. ഈ കഴിഞ്ഞ നാളിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഒരു കുടുംബത്തിന് വേണ്ടി അവർ ഇങ്ങനെ
ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു. വളരെ നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് വളരെ ശ്രദ്ധാപൂർവം ആ ഒരു ആത്മീയ കർമ്മം പൂർത്തിയാക്കി. അവർ പറയാം, അച്ഛാ, ഒരുപക്ഷെ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് ഈ ഗ്രിഗോറിയൻ കുർബാനയുടെ അർപ്പണശേഷം കാണാൻ പറ്റി. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര വലിയ കാര്യം? അവർ പറഞ്ഞു, അന്നുവരെയും പ്രാർത്ഥനാ ജീവിതത്തോട്, ബൈബിൾ വായനയോട്, ആത്മീയ കർമ്മത്തോട് ഈ കുടുംബവും പ്രിയപ്പെട്ടവരും അങ്ങനെ മോശക്കാരെന്നൊന്നും പറയാനാവില്ല, ഇങ്ങനെ ഒരു അല്പസ്വല്പമൊക്കെ ആയിട്ട് ഇങ്ങനെ അറ്റപ്പറ്റയൊക്കെ കടന്നു പോയവർ ഇപ്പം എന്തൊരു തീക്ഷ്ണതയോട് കൂടിയിട്ടാണെന്നോ വിശുദ്ധ കുർബാനയിലും ആത്മീയ കർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും ബൈബിൾ വായനയിലും കൂട്ടായ്മയുടെ പ്രാർത്ഥനകളിലും ഓൺലൈനിലുമൊക്കെ എത്ര സജീവമായിട്ട് ആത്മീയ കർമ്മങ്ങൾ ചെയ്യാൻ കരുത്തുള്ളവരായിട്ട് രൂപാന്തരപ്പെട്ടു എന്ന് പറയാണ്. എന്നുവെച്ചാൽ ഒരു 30 ദിവസം ഗ്രിഗോറിയൻ കുർബാനയോട് ബന്ധപ്പെടുത്തി വളരെ ശ്രദ്ധാപൂർവകമായ ഒരു ആത്മീയ വഴി ജീവിതത്തിൽ സ്വീകരിച്ചപ്പം ആ കുടുംബത്തിനുണ്ടായ, പ്രിയപ്പെട്ടവർക്കുണ്ടായ മാറ്റം നാമൊക്കെ സങ്കല്പിക്കുന്നതിനും ഉപരിയാണ് എങ്കിൽ തിരുവചനം പറയാണ്, സർവശക്തൻ സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കാനായിട്ടിടയാകും, ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്താൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാനൊക്കെ ഇടയായിട്ട് മാറും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ദൈവം ആത്മാവിൽ സന്നിഹിതമാകുന്ന 3 വിധങ്ങളെക്കുറിച്ച് പറഞ്ഞത് വായിച്ചു. ദൈവം ഏതൊരു വ്യക്തിയുടെയും ആത്മാവിൽ സന്നിഹിതമാകുന്ന 3 വിധങ്ങളെക്കുറിച്ച് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയും. ഒന്നാമത്തേത്, സത്താത്മകമായിട്ട് ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കും. എന്നുവെച്ചാൽ നീതിമാന്മാരിലും വിശുദ്ധരിലും മാത്രമല്ല, സകല വ്യക്തികളിലും ഈ സത്താത്മകമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സന്നിഹിതമാണ് എന്നാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്. ഇനി രണ്ടാമത്, പ്രസാദവരത്തിലുള്ള സാന്നിധ്യം. എന്നുവെച്ചാൽ പ്രസാദവരത്തിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മാരകപാപം ചെയ്യുവോളം ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളും. മൂന്നാമത്, ആധ്യാത്മിക സൗഹൃദം മൂലം ഉള്ള സാന്നിധ്യമാണ്. എന്നുവെച്ചാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു വ്യക്തി കൂടുതൽ തീക്ഷ്ണതയും താല്പര്യവും അതിനുവേണ്ടി സമയവും കഴിവുമൊക്കെ പങ്കുവയ്ക്കുക വഴിയായിട്ട് ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ഈ ആത്മാവിൻ്റെ സാന്നിധ്യം കുറേയും കൂടെ ജ്വലിക്കാനായിട്ടും ഉണരാനായിട്ടുമൊക്കെ കാരണമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മീയ കർമ്മത്തിൻ്റെ ഭാഗമാവുകയും പ്രത്യേകിച്ചും ധ്യാനമോ നല്ലൊരു ശുശ്രൂഷയിലോ ഒക്കെ പങ്കുചേരുമ്പം നമ്മുടെ മുഖം തന്നെ നന്നായിട്ട് തെളിയും, സങ്കടങ്ങളൊക്കെ മാറും. പലരും ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കും. വലിയ ഭാരത്തോടു കൂടെ ഒരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു, കുറേ നേരം പോയി ആരാധന ചാപ്പലിലൊക്കെ ഇരുന്നു, എന്നിട്ട് മടങ്ങി വരുമ്പം വലിയ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവത്തോടെ മടങ്ങി വരാൻ പറ്റുന്നു. 2022 തുടക്കത്തിൽ 1-ാം ദിവസം തന്നെ ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കിന്ന് മുഴുവനും ആരാധന ചാപ്പലിൽ പോയി ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ തമ്പുരാൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ചെലവഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സാധാരണ മനുഷ്യർ പോലും ഇങ്ങനെ ആത്മീയമായിട്ടുള്ള അനുഭൂതികളും അനുഭവങ്ങളും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കൊതിയോടെ, ദാഹത്തോടെ പരിശ്രമിക്കുന്നുണ്ട് എന്നത് എൻ്റെ കണ്ണു തുറപ്പിച്ചൊരു കാഴ്ചയാണ്. നമ്മളൊക്കെ ഇങ്ങനെ അറ്റപ്പറ്റ ജീവിതത്തിൽ കടന്നു പോകുമ്പം ചില മനുഷ്യരൊക്കെ നമ്മളോട് പറയുകയാണ്, 2021 അനുഗ്രഹത്തിന് നന്ദി പറയാനും 22 തമ്പുരാന് പ്രീതികരമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ട് ആദ്യ ദിവസം തന്നെ ആ ദിവസം മുഴുവനും ലീവെടുത്ത്, ജോലിയില്ലാഞ്ഞിട്ടല്ല, ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള തൊഴിൽ അന്ന് ഉപേക്ഷിച്ച് ദൈവ തിരുമുമ്പിൽ ഗതികേട് കൊണ്ടൊന്നുമല്ല പോയിരിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു ആത്മീയ ദർശനം. അതുകൊണ്ടാണ് സങ്കീർത്തനം 27:4 പറയും, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ സങ്കീർത്തകരുടെ ഒരു പ്രാർത്ഥനയാണ്. അതായത് ഈ ദൈവസാന്നിധ്യത്തെയൊക്കെ അനുഭവിച്ചറിയുമ്പം, അതിനോട് ചേർന്നൊക്കെ ജീവിക്കാൻ തീരുമാനമെടുത്തു കഴിയുമ്പം ചില മനുഷ്യർ നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തും. അവർക്ക് പിന്നെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്നും അകന്നിരിക്കണതും മാറിപ്പോകണതുമൊക്കെ ഒട്ടും സഹിക്കാൻ കഴിയുന്നല്ല എന്ന അവസ്ഥയിലേക്കെത്തും. സങ്കീർത്തനം 84:10 പറയും, ദൈവസാന്നിധ്യത്തിലായിരുന്നാൽ വലിയ അനുഗ്രഹങ്ങൾ കിട്ടും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നാൽ മതി. നമ്മൾ വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കണ്ട, വലിയ ജാലവിദ്യകളൊന്നും വേണ്ട, വലിയ കഴിവോ സിദ്ധികളൊന്നും ആവശ്യമില്ല. ആ സാന്നിധ്യത്തിലൊന്ന് പോയിരിക്കാനായിട്ട് തയ്യാറാവണം. ഞാൻ ഈ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ
പ്രായമുള്ളവരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പലപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ടും ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുമൊക്കെ പള്ളിയിലൊക്കെ പോയി ഉറങ്ങുകയാണെങ്കിൽ കൂടെ, ചെറുപ്പക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, പ്രായവും രോഗവും മൂലം ഈ ദേവാലയത്തിൽ പോയിരുന്ന് ഉറങ്ങിപ്പോയാൽ പോലും അവിടെ പോയി ഇരിക്കുന്നത് തന്നെ ഒരനുഗ്രഹമാണ്. ആ സന്നിധാനത്ത് പോയിട്ട് വെറുതെ ഇരിക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹ കാരണമായിട്ട് മാറും എന്നോർമ്മിക്കണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:9 തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആദം നീ എവിടെ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരുന്ന ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ പാപം പിടിമുറുക്കിയപ്പം, പാപത്തിലൂടെ ആദിമാതാപിതാക്കൾ പറുദീസായുടെ അനുഭവത്തെയും ദൈവത്തോടുള്ള ബന്ധത്തെയും ഒക്കെ വിച്ഛേദിക്കാൻ ഉതകുന്ന വിധത്തിൽ വല്ലാണ്ടൊന്ന് തെന്നിമാറിയപ്പം, അവർക്ക് നാണം ഉള്ളിൻ്റെ ഭാവമായപ്പം, ജീവിതത്തിൽ പല അരുതായ്മകളും ഉള്ളിൽ ഉണർന്നപ്പം, ദൈവത്തെപ്പോലും അവർക്ക് ഭയമായി മാറിയപ്പം ദൈവം തന്നെ ചോദിക്കുകയാണ്, എനിക്കും നിനക്കുമിടയിലുള്ള ബന്ധം എങ്ങനെയാണ്? ഉൽപ്പത്തി 3:9. അപ്പം 1-ാം സ്ഥാനത്ത് ദൈവം ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധാപൂർവകമായിട്ട് ശ്രമം നടത്തണം. അതുകൊണ്ട് ആവർത്തിച്ച് നമ്മളൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പുതുവർഷത്തിൽ പ്രത്യേകമായിട്ട് ചോദിക്കണം: വാട്ട് ഐ ഹാവ് ഡൺ ഫോർ ക്രൈസ്റ്റ്? ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വാട്ട് ആം ഐ ഡൂയിങ് ഫോർ ക്രൈസ്റ്റ്? ഞാൻ എന്താ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത്? വാട്ട് വിൽ ഐ ഡൂ ഫോർ ക്രൈസ്റ്റ്? ഞാൻ എന്നാ ചെയ്യും? എൻ്റെ തമ്പുരാന് വേണ്ടിയിട്ട് എന്തു ചെയ്തുവെന്നും എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും എന്തു ചെയ്യുമെന്നുമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അതിനു പകരം നമ്മളിങ്ങനെ സ്വീകർത്താക്കളായിട്ട് മാറിയിട്ട് ഇങ്ങനെ കടന്നു പോകുകയാണ്. നമ്മളിങ്ങനെ തണൽപ്പറ്റിയും വളരെ സൗകര്യപ്രദമായിട്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുമൊക്കെ കടന്നു പോകുന്ന ചില മനോഭാവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കർണാടകത്തിലൊക്കെ ആയിരുന്നപ്പം പരീക്ഷയൊക്കെ അടുത്താൽ പിന്നെ പിള്ളേർക്ക് ഭയങ്കര തീക്ഷ്ണതയാണ്. കുമ്പസാരിക്കലും തലേ കൈവച്ച് പ്രാർത്ഥിക്കലും ആത്മീയ കാര്യം ഭയങ്കര തീക്ഷ്ണമായി. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷയമേ ഇല്ല. അപകടകരമായ ഒരു ശൈലിയാണ്. തിരുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചൊക്കെ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ പോലും പറഞ്ഞു, ഹീ ഈസ് വാക്കിംഗ് ദ ടോക്ക്. അതായത് പറയുന്നത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ മാർപ്പാപ്പയിൽ കണ്ടുവത്രേ. ഹീ ഈസ് എ വാക്കിംഗ് റിമൈൻഡർ ടു മീ. അവൻ സഞ്ചരിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ക്രിസ്ത്യാനിയുടെ വിളി, ഇതാണ് നമ്മുടെയൊക്കെ വിളി. നമ്മളൊക്കെ തമ്പുരാൻ്റെ സന്നിധാനത്ത് ആ മുഖം ദർശിച്ച് വെള്ളിയെയും സ്വർണത്തെയും തങ്കത്തെയും കാളൊക്കെ വിലയുള്ളവനായി തമ്പുരാനെ കണ്ട് 1-ാം സ്ഥാനത്ത് അവിടുത്തെ പ്രതിഷ്ഠിച്ച് അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നെഞ്ചിലെ ചൂടായിട്ട് തമ്പുരാനെ കൊണ്ടു നടക്കുന്നത് ചുറ്റുപാടിലേക്ക് പകരണം. ചുറ്റുപാടുമുള്ളവർക്ക് ആ ചൂടിൽ നിന്നും ശക്തിയും ഊർജവും ഉൾക്കൊണ്ട് തമ്പുരാനെ സ്നേഹിക്കാനും അറിയാനും തമ്പുരാനോട് അടുപ്പത്തിലാകാനും ഒക്കെ ഇടയാവണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മേഖലകളിലൊക്കെ നമ്മൾ താല്പര്യമില്ലാതെ ഇങ്ങനെ ഒരു കടത്തുപോക്ക് പോലെ, ഇപ്പം പ്രത്യേകിച്ചും കോവിഡൊക്കെ വന്ന് ഇപ്പോഴും കുറേ ആളുകൾ പള്ളിയിൽ പോയിട്ടില്ല. ലോകത്തിലെ മറ്റെല്ലാ പരിപാടിക്കും പോകുന്നുണ്ട്. അവരിപ്പോഴും പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ മാത്രം ഒഴികഴിവുമായിട്ട് ചില ആൾക്കാരൊക്കെ ഏറ്റവും ചെറിയ കുർബാന കാണുന്നുവെന്ന് ഒരു സഹോദരി അടുത്തനാൾ എന്നോട് പറഞ്ഞു. ഏറ്റവും ചെറിയ കുർബാന നോക്കി ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വേറെ വല്ല പരിപാടിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പ്രത്യേകിച്ചൊരു പരിപാടിയില്ല, എന്നാലും അതൊരു അത്ര അനുഗ്രഹീതമായ ഒരു നിലപാടല്ല. കാണാത്തതിൽ ഭേദമാണല്ലോ കാണുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഓർക്കണം. അതുകൊണ്ട് ഈ തിരുവചനം അവസാനിക്കുന്നത് പ്രാർത്ഥന കേൾക്കാനും നേർച്ചകൾ നിറവേറ്റാനും അങ്ങനെ കർത്താവിൻ്റെ പാതയിൽ പ്രകാശത്തിൻ്റെ ചൈതന്യത്തിൽ വ്യാപരിക്കാനും ഇടയാകുന്ന ഒരാത്മീയ ദർശനം. 2 ഭാഗമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ആദ്യം ഇങ്ങനെ തമ്പുരാന് പ്രമുഖ സ്ഥാനം കൊടുത്ത് ദൈവത്തെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ ഏറ്റവും ഔന്നത്യമുള്ള ഇടത്ത് പ്രതിഷ്ഠിച്ചിട്ട് നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ദൈവത്തോടുള്ള ആത്മബന്ധത്തിൻ്റെ പ്രേരണയിൽ നിന്നുകൊണ്ട് നേർച്ചകൾ നിറവേറ്റുന്നവരായി മാറുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരായി മാറുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പോട് കൂടിയിട്ട് അങ്ങനെ ശരിക്കും വെട്ടമുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം മാറും. കരിന്തിരി കത്തുകയല്ല. നമുക്കൊക്കെ ഒരുപാട് ജീവിതങ്ങളെ വെട്ടമുള്ള ജീവിതങ്ങളാക്കി മാറ്റാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ സത്യം, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കാണിച്ച ഔദാര്യങ്ങളെ നമ്മൾ പാടെ മറന്നുപോയി. ദൈവം നമ്മളോട് കാണിച്ച കാരുണ്യത്തെ നമ്മൾ വിസ്മരിച്ചു പോയി. അതുകൊണ്ട് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയാണ്, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അപ്പം അദ്ദേഹം പണ്ട് ഭയങ്കര ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഭയങ്കര ആഷ്ബോഷായി നടന്നിരുന്ന മനുഷ്യനാണ്.
അദ്ദേഹം ഇപ്രാവശ്യം വന്നപ്പം വളരെ സിമ്പിളായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പം വിശുദ്ധൻ ചോദിച്ചു, അല്ല എന്നാ പറ്റിയേ, എന്താണ് സംഭവിച്ചത്? അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ നന്നാകാൻ തീരുമാനമെടുത്തു. അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർക്കാണ്, ഞാൻ പിശാചിൽ നിന്നും കടം വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തു. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ട ഒരു ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ ഒരു പിടി സാധനങ്ങൾ, അത് സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ കഴിവിൻ്റെ പേരിലോ ആസ്വാദനങ്ങളുടെ പല പേരുകളിലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങളും എവിടെ നിന്ന് കടം കൊണ്ടതാ? പിശാചിൽ നിന്ന് കടം കൊണ്ടതാണെന്നറിയണം. പിശാചിൽ നിന്ന് കടം കൊണ്ടതൊക്കെ മടക്കി കൊടുത്തിട്ട് നല്ല അനുഗ്രഹത്തോടു കൂടെയിട്ട് നമ്മൾ ജീവിക്കുക. അപ്പം നേർച്ചകൾ നിറവേറ്റുമ്പം നമ്മൾ എന്താ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മിടുക്കല്ലേ ദൈവത്തിൻ്റെ ഔദാര്യം, തമ്പുരാൻ്റെ കൃപ. ചില ആളുകളൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് അത് പറയുകയും ജീവിതത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പ്രായോഗികമാക്കുകയും ചെയ്യുന്നുണ്ട്. ചില ആളുകൾ തിരിച്ചും, ചിലരൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി, ദൈവത്തിൻ്റെ കൃപയിലാണ് ജീവിക്കുന്നത്, ദൈവം പരിപാലിച്ചത് കൊണ്ട്. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരാത്മീയ വിചാരമാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെന്തുമാത്രം കഴിവും സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃത്യതയോടുകൂടിയിട്ട് ചില നിലപാടുകളും ഇടപെടലുകളും നടത്തിയില്ലെങ്കിൽ, അതായത് എത്ര കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ചെറിയൊരു കൈപ്പിഴ. ആലുവ സെമിനാരി പഠിക്കുമ്പം അവിടുത്തെ റാങ്ക് ഹോൾഡറായ ഒരു ശമാശൻ്റെ ജീവിതക്കുറിപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ പോലും റാങ്ക് മേടിക്കാൻ കഴിവുള്ളവനാണ്. അത്രയ്ക്കും മിടുമിടുക്കന സാമാന്യമായ കഴിവുള്ളവൻ. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പം അദ്ദേഹത്തിന് തലകറക്കം പോലെ വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. അതായത് പഠിക്കാതെ തന്നെ പരീക്ഷ എഴുതിയാൽ പോലും റാങ്ക് വാങ്ങാനായിട്ട് കഴിവുള്ളവനെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോലും നമ്മളൊക്കെ ചിന്തിക്കും എല്ലാം ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ, വളരെ സുഖകരമെന്ന് കരുതുന്നൊരു പാതയിൽ ചെറിയൊരു പരിക്ക് അതുമാത്രം മതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപകടം പണയാനായിട്ട്. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, യാക്കോബ് ശ്ലീഹ പറയില്ലേ, നീ ഇന്ന ദിവസം പോയി ഇന്നതുപോലെ ചെയ്ത് സമ്പാദിക്കും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കണ്ട. ദൈവം തരുമനസ്സാകുന്നെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്ത് ഇന്ന വിധത്തിൽ ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കും എന്ന് പറയണം എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം നാം വായിച്ച തിരുവചനത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ വ്യക്തതയോടുകൂടിയിട്ട് പറയുന്നുണ്ട്. ജോബ് 22-ന്റെ 2-3 വചനം പറയുന്നുണ്ട്, ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് എന്തുപകാരം. നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് ഉപകാരമുള്ളേ? ചില ആൾക്കാരുടെയൊക്കെ വിചാരം കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ചെലവിലാണ് ജീവിക്കണമെന്ന് തോന്നും. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ കൊണ്ട് ഉപകാരമുണ്ട്, ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരു ഉപകാരമില്ല. വചനം പറയാണ്, ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ. നമ്മൾ എന്തെങ്കിലും അറിവ് സമ്പാദിക്കുകയോ അനുഗ്രഹത്തോടു കൂടെ ജീവിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ? അത് നമുക്ക് ഉപകാരപ്പെടും. അത് ദൈവത്തോട് ചേർന്നാണെങ്കിലോ അത് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നായി രൂപാന്തരപ്പെടും. വീണ്ടും, നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തന് എന്തെങ്കിലും നേട്ടമുണ്ട്. നമ്മളിങ്ങനെ വളരെ നീതിനിഷ്ഠയോട് കൂടിയിട്ടൊക്കെ ജീവിക്കുകയാണ്, അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ലെന്നാണ് വചനം പറയുന്നത്. നിൻ്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നാം നന്നായിരിക്കുക വഴി ദൈവത്തിനും കുടുംബത്തിനും നാടിനുമൊക്കെ അനുഗ്രഹമായി മാറുക വഴി ദൈവത്തിന് ഗുണമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നവരോട് തമ്പുരാൻ പറയാണ്, ഒരു ഗുണവുമില്ല. മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നിലപാടുകളും ജീവിതത്തിൻ്റെ പ്രവൃത്തികളും ഒന്ന് രൂപാന്തരപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം അത്ഭുതകരമായിട്ടുള്ള ജീവിതമായിട്ട് മാറും. ഇന്ന് പല ആളുകളും ജീവിതയാത്രയിൽ ലക്ഷ്യത്തിലെത്താത്തതിൻ്റെ പുറകിലെ കാരണം ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തോട് ചോദിക്കാതെ, ഇവിടെ തിരുവചനം ഓർമ്മപ്പെടുത്തും പോലെ പൊന്നും വെള്ളിയും പോലെ ദൈവത്തെ അത്ര വിലയുള്ളതായിട്ട് കണ്ട്, ദൈവം വിലയുള്ളവനായി കണ്ട്, സർവശക്തനായി കണ്ട് ആനന്ദിക്കുന്ന മനസ്സോട് കൂടെയിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറാതെ നമ്മുടെ ജീവിതം വിജയിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. ചില ആളുകളിങ്ങനെ ജീവിതത്തിൽ ഈ ബോധ്യത്തിലെത്തിക്കഴിയുമ്പം, സമ്പത്തുണ്ടായിരിക്കെ, കഴിവുകൾ ഒരുപാടുണ്ടായിരിക്കെ, സകല സാധ്യതകളും സാഹചര്യങ്ങളും അനുകൂലമായിരിക്കെ
ജീവിതത്തിൽ തൃപ്തിയില്ലാതെ, വലിയ നിരാശയിൽ, വലിയ സഹനത്തിൽ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിലൊക്കെ നിൽക്കുകയാണ്. ഒരു കുടുംബത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇട്ടുമൂടാനായിട്ട് സമ്പത്തുണ്ട്. പക്ഷേ പണ്ട് ബോബിയച്ചൻ്റെ കുറിപ്പിൽ വായിച്ചതുപോലെ അയൽവക്കത്തെ വീട്ടിലുള്ള കാറും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നമ്മുടെയും വീട്ടിലുണ്ട്. ഒരു കൊച്ചുകുഞ്ഞ് അവൻ്റെ അപ്പനോട് പറഞ്ഞതാ. പക്ഷേ അപ്പുറത്തുള്ള കൂട്ടുകാരൻ്റെ വീട്ടിലെ സന്തോഷം മാത്രം നമ്മുടെ വീട്ടിലില്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരൻ്റെ വീട്ടിൽ സന്തോഷം മാത്രം നമ്മുടെ വീട്ടിലില്ലല്ലോ. ചിന്തിച്ച് നോക്കിക്കേ. ഇഷ്ടമൂടാനായിട്ട് സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാതെ, ദൈവത്തെ സ്വർണത്തെയും തങ്കത്തെയും വെള്ളിയെയും വിലയുള്ളതായി കാണാതെ, ദൈവത്തിന് മുമ്പിൽ സർവശക്തൻ്റെ മുമ്പിൽ ആനന്ദിക്കാതെ നമ്മളിങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പം നേർച്ച കാഴ്ചകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പ്രകാശിതമായൊരു ജീവിതമായിട്ട് മാറാതെ നമ്മളിങ്ങനെ വളരെ നിരാശയോടുകൂടിയിട്ട് കടന്നു പോവുകയാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതം ശരിക്കും നല്ല വെട്ടവും വെളിച്ചവുമുള്ള ജീവിതമായിട്ട് മാറേണ്ട ജീവിതമാണ്. നമ്മൾ പലപ്പോഴും ജീവിക്കണത് കണ്ടിട്ട് ആളുകൾക്കാർക്കും നമ്മളിലൊരു പ്രത്യേകതയും തോന്നുന്നില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ക്രിസ്ത്യാനികളുടെ ജീവിതം ഈ ലോകത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാതെ പോയതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ക്രിസ്ത്യാനിക്ക് ഈ കാലത്ത് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ ദുരന്തം. സഭയ്ക്കും ഈ മേഖലയിൽ വീഴ്ചകൾ സംഭവിക്കുകയാണ്. എന്ന് വെച്ചാൽ സഭയുടെ കൃത്യമായ നിയതമായ കാരുണ്യവർഷത്തിൻ്റെ പ്രഖ്യാപനത്തോടൊക്കെ ബന്ധപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ട സോഷ്യൽ വർക്കായിട്ട് മാറരുത്. അതൊരു മിനിസ്ട്രിയാണ് എന്നും അത് സോഷ്യൽ വർക്കിനപ്പുറം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം മൂലമാണ് എന്നും നാം തിരിച്ചറിയണം. അതിലേക്ക് നമ്മളെത്തണം. പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സോഷ്യൽ വർക്കിൻ്റെ ഡയമെൻഷനിലേക്ക് ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും രൂപാന്തരപ്പെടുത്തി കഴിയുമ്പം ഇതൊന്നും സംഭവിക്കില്ല. നമുക്കും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തും ദൈവത്തെ വളരെ ഗൗരവത്തോടുകൂടെ ജീവിതത്തിൽ ഇരുത്തേണ്ടതുപോലെ ഇരുത്തിയും തീർന്നില്ല. ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്തു, എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ, എന്തെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഒരു വർഷം കൂടെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു, ചുവടുകളിച്ച് വളമിട്ട് ഫലം തരുമോ എന്ന് കാക്കാൻ. ആരോ നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ചുവടുകളിച്ച് വളമിട്ട് നോക്കാം, വെട്ടിയൊരുക്കി നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ ബലത്തിൽ ഔദാര്യപൂർവ്വം ഈ 2022 കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുക. നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. ഇനിയൊരു ജന്മം, ഇനിയൊരു ആയുസ് നീട്ടിക്കിട്ടുമോ അറിഞ്ഞുകൂടാ. നല്ല തീരുമാനങ്ങൾ എടുക്കാം. സാത്താന് അവിടെ നിന്ന് എടുത്ത് സാധനമൊക്കെ തിരിച്ചു കൊടുത്തിട്ട് തമ്പുരാൻ്റെ പക്ഷം ചേർന്ന് തമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നന്നായിട്ടൊന്ന് ജീവിക്കാം. ദൈവം നമ്മളിലൂടെ അറിയപ്പെടട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ തിരുമുമ്പിലെ വലിയ ഔദാര്യമാണ്. കർത്താവേ, നീ ഞങ്ങൾക്കെല്ലാം എല്ലാം ദാനമാണ്. എല്ലാം തന്നതാണ് തമ്പുരാനെ, ഒന്നും നേടിയതല്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ തിരുമുമ്പിൽ മുഖമുയർത്തി അവിടുത്തെ നോക്കാൻ തക്ക വിധമുള്ള അടുപ്പത്തിൻ്റെ ആഴത്തിൻ്റെ ആത്മബന്ധം ഞങ്ങൾക്ക് തരണേ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേ ഈശോയെ. നേർച്ചകൾ നിറവേറ്റാനുള്ള അഭിഷേകം തരണേ ഈശോയെ. ഞങ്ങൾ കാര്യസ്ഥന്മാർ മാത്രം, ഒക്കെ നിൻ്റെയാണ്. ഖലീജിബ്രാൻ പറയും പോലെ ഈ ഭൂമിയിൽ അല്പകാലത്തേക്ക് ജീവിക്കാൻ അനുവാദം കിട്ടിയവർ, മക്കൾ നിങ്ങളുടെയൊന്നുമല്ല, നിങ്ങളെ ദൈവം നോക്കാൻ ഏൽപ്പിച്ചത് മാത്രം. ഈ ബോധ്യത്തോടെ സ്വത്തും സമ്പത്തും ഒക്കെ അങ്ങനെ ഈശോയെ തിരിച്ചറിയുന്നു. നിൻ്റെ പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളുടെ ജീവിതം ചേർന്ന് ആ വെളിച്ചത്തിൽ വ്യാപരിക്കട്ടെ. അനുഗ്രഹിക്കണേ ഈശോയെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.